أولئك مأواهم جهنم ولا يجدون عنها محيصا. ആ കൂട്ടരുടെ അഭയസ്ഥാനം നരകമാകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ഒരു പഴുതും ലഭിക്കുന്നതല്ല. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ നാം താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാകുന്നു. അവരവിടെ ശാശ്വതവാസികളായിരിക്കും. ഇത് അല്ലാഹുവിന്റെ സത്യവാഗ്ദാനമാകുന്നു. അല്ലാഹുവിലുപരി വചനത്താൽ സത്യവാനാകുന്നവൻ ആരുണ്ട്? ليس بأمانيكم ولا أماني أهل الكتاب من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا. യാഥാർത്ഥ്യം നിങ്ങളുടെ വ്യാമോഹങ്ങളെ ആശ്രയിച്ചല്ല, വേദവിശ്വാസികളുടെ വ്യാമോഹങ്ങളെ ആശ്രയിച്ചുമല്ല. തിന്മ ചെയ്യുന്നവന് അതിന്റെ ഫലം ലഭിക്കും. അവന് അല്ലാഹുവിനെതിരിൽ രക്ഷകനെയോ തുണയെയോ കണ്ടെത്താനാവുന്നതല്ല. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ സത്യവിശ്വാസിയാണെങ്കിൽ അക്കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അവർ അണു അളവ് പോലും അനീതി ചെയ്യപ്പെടുകയില്ല. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. സദ്വൃത്തനായിക്കൊണ്ട് സർവാത്മനാ അല്ലാഹുവിന് കീഴ്പ്പെടുകയും നിഷ്കളങ്കനായി ഇബ്രാഹീമിന്റെ മാർഗം പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്കൃഷ്ടമായ ജീവിതരീതി കൈക്കൊണ്ടവൻ ആരുണ്ട്? ഇബ്രാഹീമിനെയാകട്ടെ അല്ലാഹു തന്റെ മിത്രമായി വരിച്ചിരിക്കുന്നു. വലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ മുഹീതാ. വാനഭുവനങ്ങളിലുള്ളതൊക്കെയും അല്ലാഹുവിന്റേതാകുന്നു. അവൻ സമസ്ത ചരാചരങ്ങളെയും വലയം ചെയ്തവനല്ലോ. അതായത് എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ അർപ്പിച്ച് തന്റെ സ്വാതന്ത്ര്യവും അധികാരവും സ്വയം കൈയൊഴിക്കുക എന്നതാണ് ഏറ്റവും നല്ല ദീൻ. എന്തെന്നാൽ അതാണ് യാഥാർത്ഥ്യത്തോട് യോജിച്ചത്. ആകാശഭൂമികളുടെയും അഖില ചരാചരങ്ങളുടെയും ഉടമാവകാശം പരിപൂർണമായും അല്ലാഹുവിനാണ്. അതിനാൽ മനുഷ്യൻ തന്റെ ദാസ്യവും അടിമത്തവും അനുസരണവുമൊക്കെ അവനിൽ അർപ്പിക്കണം. അതാണ് യുക്തിയുടെയും നീതിയുടെയും താൽപര്യം. അവനോട് ധിക്കാരവും അനുസരണക്കേടും കാണിക്കുന്നതിന്റെ അർത്ഥം ജീവിതത്തെ എന്നേക്കുമായി അപകടപ്പെടുത്തുക എന്നാണ്. ജീവിതം പൂർണ്ണമായി അല്ലാഹുവിന് അർപ്പിക്കാതെയും ധിക്കാര നയത്തിൽ നിന്ന് പിന്തിരിയാതെയും തോന്നിയ പോലെ നടക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. കാരണം അല്ലാഹുവിന്റെ ശക്തിപ്രഭാവം സകലതിനെയും വലയം ചെയ്തിരിക്കുകയാണ്. وَيَسْتَفْتُونَكَ فِي النِّسَاءِ قُلِ اللَّهُ يُفْتِيكُمْ فِيهِنَّ وَمَا يُتْلَى عَلَيْكُمْ فِي الْكِتَابِ فِي يَتَامَى النِّسَاءِ اللَّاتِي لَا تُؤْتُونَهُنَّ مَا كُتِبَ وترغبون أن
تنكحوهن والمستضعفين من الولدان وأن تقوموا لليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما. സ്ത്രീകളുടെ കാര്യത്തിൽ ജനം നിന്നോട് വിധി തേടുന്നു. പറയുക, അവരുടെ കാര്യത്തിൽ അല്ലാഹു വിധി നൽകുന്നു. ഒപ്പം തന്നെ ഈ വേദത്തിൽ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള വിധികൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത്, നിങ്ങൾ അവകാശം കൊടുത്തിട്ടില്ലാത്തവരും വിവാഹം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നവരുമായ അനാഥ പെൺകുട്ടികളെ സംബന്ധിച്ച വിധികളും അബലരും ആലംബഹീനരുമായ കുട്ടികളെ സംബന്ധിച്ച വിധികളും അല്ലാഹു നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. അനാഥരോട് നീതിപൂർവം വർത്തിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഏതു നന്മയും അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. സ്ത്രീകളെക്കുറിച്ച് ചോദിച്ചത് എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും തുടർന്ന് നൽകപ്പെട്ട മറുപടിയിൽ നിന്ന് ചോദ്യത്തിന്റെ സ്വഭാവം മനസ്സിലാകുന്നുണ്ട്. ചോദ്യത്തിന്റെ യഥാർത്ഥ മറുപടി വരുന്നതിന് മുമ്പായി ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ അനാഥകളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. വിശിഷ്യ അനാഥ പെൺകുട്ടികളെക്കുറിച്ച് ഉപദേശിച്ച നീതിമുറകൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിങ്കൽ അനാഥകളുടെ അവകാശങ്ങൾ എത്രമാത്രം പാവനവും പ്രധാനവുമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വേദത്തിൽ നിങ്ങളെ കേൾപ്പിച്ച വിധികൾ എന്നതുകൊണ്ട് നിങ്ങൾ അനാഥകളോട് നീതി പാലിക്കാനാവില്ലെന്ന് ആശങ്കിക്കുന്ന പക്ഷം നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് എന്ന് തുടങ്ങുന്ന നിസായിലെ 3-ാം സൂക്തമാണ് ഉദ്ദേശ്യം. വതർഅബൂന അൻ തൻകിഹൂഹുന്ന എന്ന മൂലവാക്കിന്റെ അർത്ഥം നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും വിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത എന്നും രണ്ടു വിധമാകാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെ വ്യാഖ്യാനിച്ച് പ്രസ്താവിക്കുന്നു, മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ ധനത്തിന് അവകാശികളായ അനാഥ പെൺകുട്ടികളെ അവരുടെ രക്ഷാകർത്താക്കൾ പല വിധത്തിലും ദ്രോഹിച്ചിരുന്നു. പെൺകുട്ടി ധനികയും സുന്ദരിയുമാണെങ്കിൽ മഹറും അഴിച്ചലവും കൊടുക്കാതെ അവളെ വിവാഹം കഴിക്കും. അവൾ വിരൂപിയാണെങ്കിൽ സ്വയം കല്യാണം കഴിക്കുകയോ മറ്റാർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുകയോ ചെയ്യാതെ വിലക്കി നിർത്തുകയും ചെയ്യും. കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നീട് അവളുടെ ഭർത്താവോ സന്തതികളോ തന്നോട് അവളുടെ ധനം ആവശ്യപ്പെട്ടേക്കുമെന്ന ആശങ്കയാണ് ഈ വിലക്കിന്റെ പിന്നിലുണ്ടായിരുന്നത്. وَإِنِ امْرَأَةٌ خَافَتْ مِنْ بَعْلِهَا نُشُوزًا أَوْ إِعْرَاضًا فَلَا جُنَاحَ عَلَيْهِمَا أَنْ يُصْلِحَا بَيْنَهُمَا صُلْحًا وَالصُّلْحُ خَيْرٌ وَأُحْضِرَتِ الْأَنْفُسُ الشُّحَّ وَإِن تُحْسِنُوا وَتَتَّقُوا فَإِنَّ اللَّهَ كَانَ بِمَا تَعْمَلُونَ خَبِيرًا. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ പിണക്കമോ അവഗണനയോ ഭയപ്പെട്ടാൽ ആ ദമ്പതികൾക്കിടയിൽ അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പരസ്പരം ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വിരോധമില്ല. ഒത്തുതീർപ്പാണ് ഏതു നിലക്കും നല്ലത്. മനസ്സ് എളുപ്പം സങ്കുചിതത്വത്തിലേക്ക് ആകൃഷ്ടമാകുന്നു. എന്നാൽ നിങ്ങൾ ഔദാര്യത്തോടെ വർത്തിക്കുകയും ദൈവഭക്തിയോടെ കർമ്മമനുഷ്ഠിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അല്ലാഹു നിങ്ങളുടെ അത്തരം ചര്യയെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇവിടം മുതലാണ് മുൻ സൂക്തത്തിൽ സൂചിപ്പിച്ച ചോദ്യത്തിന്റെ മറുപടി ആരംഭിക്കുന്നത്. ആദ്യമായി ചോദ്യം നല്ലപോലെ ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട്. എന്നാലേ മറുപടി വേണ്ട പോലെ മനസ്സിലാക്കാനാവൂ. അനിസ്ലാമിക കാലത്ത് ഒരാൾക്ക് എത്ര ഭാര്യമാരെ വേണമെങ്കിലും ഒരേ സമയത്ത് വേൾക്കാമായിരുന്നു. അവർക്ക് നിശ്ചിത അവകാശമൊന്നുമുണ്ടായിരുന്നില്ല. ഈ അധ്യായത്തിലെ പ്രാരംഭവചനങ്ങൾ അവതീർണമായതോടെ പ്രസ്തുത അനിയന്ത്രിത വിവാഹ സ്വാതന്ത്ര്യത്തിന്മേൽ 2 തരം ഉപാധികൾ ചുമത്തപ്പെട്ടു. 4-ൽ കൂടുതൽ പത്നിമാർ ഒരേ സമയം പാടില്ലെന്നും 1-ലധികം പത്നിമാരെ വേൾക്കണമെങ്കിൽ അവർക്കിടയിൽ നീതി പാലിക്കണമെന്നുമായിരുന്നു ആ ഉപാധികൾ. അപ്പോൾ ചില പ്രശ്നങ്ങൾ പൊങ്ങിവന്നു. ഒരാളുടെ ഭാര്യ വന്ധ്യയോ നിത്യരോഗിയോ ലൈംഗിക ബന്ധത്തിന് അയോഗ്യയോ ആണ്. ഭർത്താവ് മറ്റൊരുത്തിയെ വേൾക്കുന്നു. ഈ അവസ്ഥയിൽ ഇരു ഭാര്യമാരോടും സമനിലയിൽ താൽപര്യം കാണിക്കാൻ അയാൾ നിർബന്ധിതനാണോ? സ്നേഹത്തിലും ലൈംഗിക ബന്ധത്തിലും ഇരുവരോടും സമമായി വർത്തിക്കുക സാധ്യമാണോ? അങ്ങനെ സമത്വം പാലിക്കാനാവാത്ത പക്ഷം 2-ാം വിവാഹത്തിന് മുമ്പായി ആദ്യ ഭാര്യയെ വിവാഹബന്ധത്തിൽ നിന്ന് പിരിച്ചയക്കേണ്ടതുണ്ടോ?
അഥവാ അവൾ വേർപാടിനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തു വേണം? ചില വിട്ടുവീഴ്ചകളോടെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരു യോജിപ്പിലെത്താമോ? തന്റെ അവകാശങ്ങളിൽ ചിലത് ആദ്യ ഭാര്യ ഭർത്താവിനു വേണ്ടി സ്വയം ഉപേക്ഷിക്കുകയും അങ്ങനെ വിവാഹമോചനം കൂടാതെ കഴിക്കുകയും ചെയ്യാൻ പാടുണ്ടോ? ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. ഇവയ്ക്കുള്ള മറുപടിയാണ് ഈ വചനങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നത്. വിവാഹമോചനവും വേർപാടുമല്ല, ഇങ്ങനെ വല്ല സന്ധിയുമുണ്ടാക്കി ഭാര്യാഭർത്താക്കളായി കഴിഞ്ഞുകൂടുന്നതാണ് കൂടുതൽ നല്ലത്. ഇതാണ് ഒത്തുതീർപ്പാണ് നല്ലത് എന്ന വാക്കിനർത്ഥം. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഒന്നിച്ചു കഴിഞ്ഞവരാണല്ലോ ഈ ദമ്പതികൾ. ഭർത്താവിന് തന്റെ നേരെ അപ്രിയമുളവായതിന്റെ കാരണങ്ങൾ സ്വയം ബോധ്യപ്പെട്ടിട്ടും പ്രേയസിയോടെന്ന പോലെ എല്ലാ പ്രകാരത്തിലും തന്നോട് പെരുമാറണമെന്ന് സ്ത്രീ ശഠിച്ചുകൂടാ. അതുപോലെ ഭാര്യ സ്വാവകാശങ്ങളിൽ പലതും തനിക്കു വേണ്ടി ത്യജിച്ച് കൂടെ പൊറുക്കാൻ ഇഷ്ടപ്പെട്ടിട്ടും സമ്മർദ്ദം ചെലുത്തി അവളെ കൂടുതൽ ത്യാഗത്തിന് നിർബന്ധിക്കുന്നതും അവളുടെ അവകാശങ്ങൾ പരമാവധി വെട്ടിക്കുറയ്ക്കുന്നതും പുരുഷന്റെ സങ്കുചിതത്വവുമാണ്. ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളിൽ അള്ളാഹു പൊതുവെ സ്വീകരിച്ച വഴക്കമനുസരിച്ച് ഇവിടെയും പുരുഷന്റെ ഉദാരമനസ്കതയെ തട്ടിയുണർത്തുകയാണ്. ഭർത്താവിന് അപ്രിയമുള്ളതോടുകൂടി തന്നെ ഭാര്യയോട് കഴിവതും നന്മയിൽ വർത്തിക്കണം. വർഷങ്ങളോളം അവന്റെ ജീവിത സഖിയായിരുന്നവളോട് ഉദാരമായി പെരുമാറുകയും അള്ളാഹുവെ സൂക്ഷിക്കുകയും വേണം. മനുഷ്യന്റെ വൈകൃതങ്ങൾ കാരണമായി അവനിൽ നിന്ന് അള്ളാഹു തന്റെ കരുണാകടാക്ഷം പിൻവലിക്കുകയും അവന്റെ ഭാഗ്യത്തിൽ കുറവ് വരുത്തുകയുമാണെങ്കിലോ പിന്നെ എന്തായിരിക്കും അവന്റെ ഗതി? അതോർത്തു വേണം ഭർത്താവ് ഭാര്യയോട് പെരുമാറാൻ എന്നു സാരം. وَلَن تَسْتَطِيعُوا أَن تَعْدِلُوا بَيْنَ النِّسَاءِ وَلَوْ حَرَصْتُمْ فَلَا تَمِيلُوا كُلَّ الْمَيْلِ فَتَذَرُوهَا كَالْمُعَلَّقَةِ وَإِن تُصْلِحُوا وَتَتَّقُوا فَإِنَّ اللَّهَ كَانَ غَفُورًا رَّحِيمًا. ഭാര്യമാർക്കിടയിൽ പരിപൂർണമായി നീതി പാലിക്കാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾ ആഗ്രഹിച്ചാലും അത് സാധിക്കുകയില്ല. അതിനാൽ ദൈവിക നിയമത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സപത്നിയെ ബന്ധനസ്ഥയായി മുടക്കിയിടും വണ്ണം ഒരു പത്നിയിലേക്ക് പൂർണമായും ചായാതിരുന്നാൽ മതിയാകും. നിങ്ങൾ സ്വന്തം ചര്യകൾ സംസ്കരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയുമാണെങ്കിൽ അള്ളാഹു പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. രണ്ടോ അധികമോ പത്നിമാർക്കിടയിൽ എല്ലാ പ്രകാരത്തിലും എല്ലാ പരിതസ്ഥിതികളിലും തുല്യമായി വർത്തിക്കാൻ സാധ്യമാവുകയില്ല എന്ന് സാരം. ഒരുത്തി സുന്ദരിയെങ്കിൽ മറ്റൊരുത്തി വിരൂപയാവാം. ഒരുത്തി യുവതിയെങ്കിൽ മറ്റൊരുത്തി പ്രായം ചെന്നവളാകാം. ഒരുത്തി ആരോഗ്യവതിയെങ്കിൽ മറ്റൊരുത്തി നിത്യരോഗിയാവാം. ഒരുത്തി സുശീലയെങ്കിൽ മറ്റൊരുത്തി ദുശ്ശീലയാവാം. ഇത്തരം വേറെയും വ്യത്യാസങ്ങളുണ്ടാവാം. ഈ അടിസ്ഥാനത്തിൽ ഒരുവളോട് പ്രിയം കൂടുകയും മറ്റവളോട് കുറയുകയും സ്വാഭാവികമാണ്. അതിനാൽ അത്തരം പരിതസ്ഥിതികളിൽ പ്രിയത്തിലും പ്രേമത്തിലും ശാരീരിക ബന്ധത്തിലും പത്നിമാർക്കിടയിൽ പൂർണ്ണ സമത്വം പാലിക്കണമെന്ന് നിയമം നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇത്രയെങ്കിലും ചെയ്യണം. ഭർത്താവിന് അപ്രിയമുളവായിട്ടുണ്ടെങ്കിലും വിവാഹബന്ധത്തിൽ നിന്ന് ഭാര്യയെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ അവളോട് അവൾ ഫലത്തിൽ ഭർത്താവില്ലാത്തവളെപ്പോലെ പെരുമാറാതിരിക്കുക. ഇത്തരം പരിതസ്ഥിതികളിൽ ഒരു സ്ത്രീയെ അപേക്ഷിച്ച് മറ്റവളോട് കൂടുതൽ താൽപ്പര്യമുണ്ടാവുക സ്വാഭാവികമാണ്. എങ്കിലും അവളെ തീരെ അവഗണിക്കുന്നത് തികച്ചും തെറ്റാണ്. ഈ വചനത്തിൽ നിന്ന് ചിലർ മറ്റൊരു യുക്തി കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ വാദം. വിശുദ്ധ ഖുർആൻ ബഹുഭാര്യത്വത്തിന് ഒരു ഭാഗത്ത് നീതിയും സമത്വവും വേണമെന്ന് ഉപാധി വച്ചിരിക്കുന്നു, മറുഭാഗത്ത് നീതി അസാധ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം പ്രസ്തുത അനുമതി ഫലത്തിൽ നിഷേധിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല. വാസ്തവത്തിൽ ഇത്തരമൊരു നിഗമനത്തിലെത്താനുള്ള ഒരു പഴുതും ഈ വാക്യത്തിലില്ല. ഭാര്യമാർക്കിടയിൽ പരിപൂർണ നീതി പാലിക്കുക നിങ്ങളുടെ കഴിവിനതീതമാകുന്നു എന്ന് മാത്രം പറഞ്ഞ് മതിയാക്കിയിരുന്നെങ്കിൽ കഷ്ടിച്ച് പ്രസ്തുത നിഗമനത്തിലെത്താമായിരുന്നു. സപത്നിയെ ബന്ധനസ്ഥയായി മുടക്കിയിടും വണ്ണം ഒരു പത്നിയിലേക്ക് പൂർണമായും ചായാതിരിക്കുക എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. അതിനാൽ യൂറോപ്പിനെ അനുകരിക്കുന്നവർക്ക് അങ്ങനെയൊരു തത്വം കണ്ടുപിടിക്കാൻ ഈ വാക്യം തീരെ വഴിവെച്ചിട്ടില്ല. കഴിയുന്നിടത്തോളം അനീതി പ്രവർത്തിക്കാതിരിക്കുക, നീതി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാൽ നീതിപാലന വിഷയകമായി വല്ല വൈകല്യവും വന്നു പോകുന്ന പക്ഷം അത് മാപ്പാക്കുന്നതാണ്. ഇതാണ് ഈ സൂക്തത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെയും മാപ്പിനെയും പരാമർശിച്ചതിന്റെ താൽപര്യം.
وإن يتفرقا يغن الله كلا من سعته وكان الله واسعا حكيما. ഇനി ദമ്പതികൾ വേർപിരിയുക തന്നെയാണെങ്കിൽ അപ്പോൾ അല്ലാഹു അവന്റെ അപാരമായ അനുഗ്രഹത്താൽ ഓരോരുത്തരെയും പരാശ്രയത്തിൽ നിന്ന് മുക്തരാക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഔദാര്യം അതിവിശാലമല്ലോ, അവൻ അഭിജ്ഞനുമല്ലോ.